താഴെ കൂടിയിരിക്കുന്നവർ ആകെ ടെൻഷനിലാണ്. ഇനി നമ്മൾ എന്തു ചെയ്യും? അവിടെ ഉണ്ടായിരുന്ന പയ്യൻ പറഞ്ഞു, നമുക്ക് തിരിച്ച് റൂമുകളിലേക്ക് പോകാം. ഇവിടെ നിന്നിട്ട് എന്താണ് കാര്യം? അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. നമ്മളെ രക്ഷിക്കാൻ സ്ക്വാഡ് വല്ലതും വന്നാലോ? ആ പയ്യൻ പറഞ്ഞു, നിങ്ങൾ പുറത്ത് നടക്കുന്നൊന്നും കാണുന്നില്ലേ? ആര് വരുമെന്നാ പറയുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നമ്മുടെ രാജ്യം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന്. എന്നിട്ട് അയാൾ അല്ലേ എന്ന് അവിടെ ഉണ്ടായിരുന്ന മിൽക്ക് മാനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ശരിയാണ്, എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. പുറത്ത് എമർജൻസി ഷെൽട്ടർ ഉണ്ടാവില്ലേ എന്ന് അതിലൊരാൾ ചോദിക്കുന്നു. അവിടേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് ഒരു പെൺകുട്ടി പറയുന്നു. അപ്പോൾ ആ പയ്യൻ പറയുന്നു, അതെങ്ങനെ സാധിക്കാനാണ്? അണ്ടർഗ്രൗണ്ട് പാർക്കിംഗും ബ്ലോക്കല്ലേ? ഈ സമയം പാർക്കിംഗ് സ്ഥലം കാണിക്കുന്നു. അവിടുത്തെ ഷട്ടർ അടയുന്നതായി കാണിക്കുന്നു. ആ പയ്യൻ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പയ്യന്റെ കൂടെ നേരത്തെ ആ സംസാരിച്ചയാൾ മുകളിലേക്ക് പോകാൻ തയ്യാറാകുന്നു. അയാളും 7th ഫ്ലോറിലേക്കുള്ളതാണ്. അപ്പോൾ ആ മുടിക്കാരൻ പറഞ്ഞു, നിങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വരും. അങ്ങനെ അവർ കുറച്ചുപേർ ചേർന്ന് മുകളിലേക്ക് പോകാൻ തയ്യാറായി. പക്ഷേ ആ മിലിറ്ററിക്കാരൻ അവരെ തടഞ്ഞു. നമുക്ക് ആദ്യം ഈ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ അപകടമാണെന്ന് അവൻ പറയുന്നു. അവിടെയുള്ളവരിൽ കുറച്ചുപേർ കൂടെ അവരെ തടയുന്നു. ആ പയ്യൻ പറയുന്നു, നിങ്ങൾ വേണമെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തോളൂ. എന്നിട്ട് അവരെ തള്ളി മാറ്റി മുകളിലേക്ക് പോകാൻ പോകുന്നു. പക്ഷെ ആ സമയം നമ്മുടെ വയസ്സനങ്ങൾ ഒരു വടിയുമായി വരുന്നു. എന്നിട്ട് അവനെ തല്ലാനായി ഓങ്ങി. നീ എന്തൊരു സെൽഫിഷാണ്, നീ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കുവാണല്ലേ എന്ന് പറഞ്ഞ് അവനെ തല്ലാനായിരുന്നു. തനിക്ക് തന്റെ സൂപ്പർ മാർക്കറ്റ് മാത്രമല്ലേ വലുതെന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾ പറയുന്നു. ആ ഫ്ലാറ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും സെൽഫിഷാണ് ശരിക്കും ആ വയസ്സനങ്കിൾ. എന്നിട്ടാണ് അയാൾ ആ പയ്യനെ സെൽഫിഷ് എന്ന് വിളിച്ചത്. അയാൾക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്, ആ ഫ്ലാറ്റിനകത്ത് തന്നെ. മുകളിലേക്ക് പോകാതിരുന്നവരുടെ ഗ്രൂപ്പിൽ ഒരു മുടിക്കാരനുണ്ട്. അയാൾ ഒരു പാവത്തനാണ്. അയാളെ ഭീഷണിപ്പെടുത്തി വയസ്സനങ്കിൾ തന്റെ ഗ്രൂപ്പിലേക്ക് ആക്കി. പക്ഷേ ആ പയ്യൻ അവരെല്ലാം തള്ളി മാറ്റി മുകളിലേക്ക് പോകാൻ നോക്കുന്നു. ആ സമയം ആരോ പുറത്തു നിന്ന് വാതിലിനെ ഇടിക്കാൻ തുടങ്ങി. ഇടിച്ചിടിച്ച് ആ വാതിൽ തുറക്കപ്പെട്ടു. അവരെല്ലാവരും പേടിച്ച് പുറകോട്ട് മാറി. നോക്കുമ്പോ അതാ ഗ്യാങ്സ്റ്ററാണ്. ഇയാൾ എല്ലായിടത്തും ഉണ്ടല്ലേ? നേരത്തെ അയാളും ആ ഡാൻസർ പെൺകുട്ടിയും കൂടെ താഴേക്ക് വരുന്നത് കാണിച്ചിരുന്നല്ലോ. അയാളെ എല്ലാവരും ആശ്ചര്യത്തോടു കൂടെ നോക്കി. അയാൾ നിങ്ങൾ എന്താണെങ്കിലും നോക്കുന്നു എന്ന് ചോദിച്ചു. പയ്യെ സൈഡിലേക്ക് നടന്നു. ആ വയസ്സനെങ്കിൽ അയാളുടെ തോളിൽ ആ പിശാച് കടിച്ച മുറിവ് കണ്ടു. അതൊരു ബൈറ്റ് മാർക്ക് അല്ലേ എന്ന് അയാൾ വിളിച്ചു ചോദിച്ചു. എന്നിട്ട് ആ മുടിക്കാരനോട് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അയാൾ പേടിച്ച് അടുത്ത് പോയി നോക്കി. ശരിയാണ്, അതൊരു ബൈറ്റ് മാർക്കാണെന്ന് അയാൾ പറഞ്ഞു. ഇതൊന്നും വകവെക്കാതെ ഗ്യാങ്സ്റ്റർ മുന്നോട്ട് നടന്നു. പക്ഷെ പെട്ടെന്ന് അയാൾക്ക് ഷോക്ക് അടിക്കുന്നത് പോലെ തോന്നി. നമ്മുടെ വയസ്സനങ്ങൾ ചില്ലറക്കാരനൊന്നുമല്ല. അയാൾ ഷോക്ക് അടിപ്പിക്കുന്ന ഒരു ഉപകരണം കൊണ്ട് ഗ്യാങ്സ്റ്ററെ പുറകിൽ നിന്ന് ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തി. ഗ്യാങ്സ്റ്റർ കിടക്കുന്ന ചക്ക വെട്ടിയിട്ട പോലെ താഴെ. ഗ്യാങ്സ്റ്ററുടെ കൂടെ താഴേക്ക് വന്ന പെൺകുട്ടി പതിയെ സ്റ്റെയർകേസ് ഇറങ്ങി വരികയായിരുന്നു. അവൾ ഈ കാഴ്ച കണ്ടു. അവളുടെ മുഖം നിറയെ ചോരയാണ്. അവൾ ആ ഷോക്കിൽ നിന്നും മുക്തയായിട്ടില്ലെന്ന് തോന്നുന്നു. ആ കണ്ണാടിക്കാരൻ പയ്യൻ അവന്റെ ഷർട്ട് എടുത്ത് അവളെ പുതപ്പിച്ചു. അതാരും കാണാതിരിക്കാനാണ്. അവൾ അവിടുത്തെ ബാത്റൂമിലെത്തി. ചോരപ്പാടുകൾ കഴുകിക്കളയാൻ തുടങ്ങി. മുഖത്തും കഴുത്തിലും ഡ്രസ്സിലും എല്ലാം ചോരയുണ്ടായിരുന്നു. അവളത് നല്ലപോലെ കഴുകിക്കളഞ്ഞു. ശരിക്കും അവൾ ആ ഷോക്കിൽ നിന്ന് മുക്തിയായിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് 8 മണിക്കൂറിന് ശേഷം നേരത്തെ ഹൈൻസുവിനെ കാണിച്ച സീൻ കാണിക്കുന്നു. അവന്റെ മുഖിൽ നിന്ന് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നഗരം കത്തുന്നു. പക്ഷികൾ എങ്ങോട്ടോ പേടിച്ച് പറന്നു പോകുന്നു. അവന്റെ മൂക്കിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പേടിച്ചരണ്ട അവൻ കർട്ടൻ അടയ്ക്കുന്നു. അടുത്ത സീനിൽ ഇന്റർനെറ്റിൽ എന്തോ വായിക്കുന്ന അവനെയാണ് കാണിക്കുന്നത്. അതിൽ എന്തോ ആർട്ടിക്കിൾ വായിക്കുകയാണ് അവൻ. ഇതൊരു രോഗമല്ല എന്നും ഇതൊരു ശാപമാണെന്നും അതിൽ എഴുതിയിരിക്കുന്നത് കാണിക്കുന്നു. ഇതേ സമയം കന്നഡക്കാരൻ പയ്യനും ഈ സെയിം ആർട്ടിക്കിൾ വായിക്കുന്നുണ്ട്. ഇത് ബാധിച്ചവർ ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതായി കംപ്ലൈന്റ് പറയുന്നുണ്ട്. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് അറിയില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഇത് ഇവിടെ നിന്ന് ആരംഭിച്ചതല്ല. അവരിങ്ങോട്ട് വന്നത് സിംറ്റംസ് കണ്ടതുകൊണ്ടാണ്. ഇത് ബാധിച്ച അവർ പൈശാചികമായ അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. ഇതൊരു ദിവസം പെട്ടെന്ന് ആരംഭിച്ചതാണ്. പക്ഷെ അത് നിൽക്കുന്നില്ല. ഞാനും അത് ബാധിക്കപ്പെട്ടവനാണ്. മനുഷ്യർക്ക് ഇതിനെ മറികടക്കാനാവില്ല. ബാധിച്ചവർ സൂയിസൈഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ള മനുഷ്യർക്ക് പ്രശ്നമാകും. ഇനി അഥവാ നിങ്ങൾ ഇതുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ നിങ്ങളിത് അറിയണം. ഇത്രയും വായിച്ചെത്തിയപ്പോഴേക്കും ഇന്റർനെറ്റ് കണക്ഷൻ അവിടുന്ന് കട്ടായി. അവർക്ക് ബാക്കി എന്താണെന്നുള്ളത് വായിക്കാൻ സാധിച്ചില്ല. എന്തായിരിക്കും അത്? ഹൈൻസുവിന്റെ വയറ്റിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അവന് നല്ലപോലെ വിശക്കുന്നുണ്ട്. അവന് വലതും കഴിച്ചിട്ട് കുറെ നേരമായി. അവന് പെട്ടെന്ന് ഓർമ്മ വന്നു, ഡോറിന് വെളിയിൽ അവന്റെ നൂഡിൽസ് ഉണ്ടായിരുന്നല്ലോ, അത് പോയി എടുത്താലോ. അവൻ പതിയെ വാതിലിനടുത്തെത്തി. പുറത്ത് ആരും കാണില്ലായിരിക്കും. അവൻ ആ വാതിൽ മെല്ലെ തുറന്നു. വാതിൽ തുറന്ന് നൂഡിൽസ് എടുക്കാൻ നോക്കി അവൻ പെട്ടെന്ന് അവിടെ ഒരു നിഴൽ കണ്ടു. കൈകളിൽ നീണ്ട നഖമുള്ള നിഴൽ. അവൻ നോക്കിയപ്പോൾ അതാ പിശാചാണ്. നേരത്തെ ജഞ്ചയെ തലവെട്ടിക്കളഞ്ഞ ആ പിശാച്ച്. അതിന് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. അവൻ വായ പൊത്തിപ്പിടിച്ചു ശബ്ദം കേൾക്കാതിരിക്കാൻ. അതിന് കണ്ണ് കാണുന്നില്ലെന്ന് അത് കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു. ആ ഭീകരമായ രൂപം അവന്റെ റൂമിലേക്ക് കയറി. അതിന് അവനെ കാണാൻ വയ്യായിരുന്നു. അത് പതിയെ ഇരയെ തപ്പുന്ന പോലെ അവന്റെ റൂമിലേക്ക് കടന്നു. പേടിച്ചരണ്ടു പോയ ഹൈൻസു ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ അവിടെ തന്നെ ഇരുന്നു. അതിന്റെ നീണ്ടു കൂർത്ത നഖങ്ങൾ മതിലൊരിച്ച് അത് അകത്തേക്ക് നടന്നു. കാണുമ്പോ തന്നെ പേടിയാകുന്ന രൂപം അവിടെ കിടന്ന് അലറി വിളിച്ചു. അതിന് കണ്ണ് കാണില്ലെങ്കിലും ചെവി നല്ലതുപോലെ കേൾക്കാം. അവൻ ശബ്ദമുണ്ടാക്കാതെ അടുത്ത് കിടന്ന വടിയിലേക്ക് കൈനീട്ടി. ഈ സമയം നമ്മുടെ കണ്ണാടിക്കാരൻ അവിടെ ഉണ്ടായിരുന്ന മൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു. ആ മോൺസ്റ്റർ ഞാൻ നിന്റെ സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ നീട്ടി. പക്ഷേ
കണ്ണാടിക്കാരൻ പയ്യൻ സൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ സ്പീക്കറിലുണ്ടായ സൗണ്ട് ആയിരുന്നു ആ മോൺസ്റ്റർ കേട്ടത്. ആ മോൺസ്റ്ററിന്റെ കൈ നീണ്ടുപോയി ആ സ്പീക്കർ തകർത്തു. ഹൈൻസുവിന്റെ സൗണ്ട് ആയിരുന്നു ആ മോൺസ്റ്റർ കേട്ടിരുന്നെങ്കിലോ അവന്റെ കഥ കഴിഞ്ഞേനെ. ഇരയൊന്നും കിട്ടാതെ ആ മോൺസ്റ്റർ പതിയെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് പോയി. അത് അടുത്തുകൂടെ പതിയെ പതിയെ കാലടി വെച്ച് പോയപ്പോൾ ഹൈൻസു അനങ്ങാതെ കിടന്നു. ശബ്ദം കേട്ടാൽ അത് ആക്രമിക്കും. അവൻ പേടിച്ചു പറിച്ച് അവിടെ അനങ്ങാതെ നിന്നു. അടുത്ത സീനിൽ നമ്മുടെ ഗ്യാങ്സ്റ്ററെ അവരെല്ലാവരും ചേർന്ന് ഒരു കസേരയിൽ കെട്ടിയിരിക്കുന്നു. അയാൾക്ക് ബോധമില്ല. അയാളെ നോക്കിക്കൊണ്ട് വയസ്സനകൾ പറഞ്ഞു, നമുക്ക് അയാളെ കൊല്ലണം. അത് കേട്ടപ്പോൾ ആ മുടിക്കാരൻ ചോദിച്ചു, കൊല്ലാനോ? അതെ, കൊല്ലണമെന്ന് ആ വയസ്സൻ പറഞ്ഞു. എങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊല്ലുമെന്ന് ആ മുടിക്കാരൻ പറഞ്ഞു. ഞാനോ എന്ന് അയാൾ ചോദിച്ചു. അതെ, നിങ്ങളല്ലേ ഞങ്ങളുടെ ലീഡർ എന്ന് ആ മുടിക്കാരൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ വയസ്സനങ്ങളിന് ഇത്ര അഹങ്കാരമൊക്കെ തോന്നി. അയാൾ അതേ എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാനാണ് നിങ്ങളുടെ ലീഡർ എന്നുള്ള അർത്ഥത്തിൽ അയാൾ സ്വയം ഒരു ലീഡർ ആവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ മറ്റേയാൾ അതിനെ എതിർത്തു. അയാൾ ഇപ്പോഴും മനുഷ്യനാണ്, അയാൾ പറഞ്ഞു. അപ്പോൾ ആ മുടിക്കാരൻ ചോദിച്ചു, നിങ്ങൾ സിനിമയൊന്നും കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ളവരെ ജീവിക്കാൻ അനുവദിച്ചാൽ അവരുടെ കടിയേറ്റാൽ ബാക്കിയുള്ളവരും അഫക്റ്റ് ആവും. ഇത് നമ്മളുടെ സെൽഫ് ഡിഫൻസ് ആയി കരുതിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അവരയാളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ആ വയസ്സൻ ലീഡറോട് അകത്തേക്ക് പോകാൻ അവർ പറയുന്നു. അങ്ങനെ ആ വയസ്സൻ അങ്കിൾ വലിയൊരു മാസ്ക് ഒക്കെ ഇട്ട് ഒരു കത്തിയുമായി അവന്റെ അടുക്കലേക്ക് ചെന്നു. പെട്ടെന്ന് താഴെ കിടക്കുന്ന ശവം കണ്ട് അയാൾ പേടിച്ച് നിലവിളിച്ചു. എന്നിട്ടും ധൈര്യം കൈവിടാതെ അയാൾ പതിയെ ആ ഗ്യാങ്സ്റ്ററിന്റെ അടുത്തെത്തി. അയാളുടെ കൈ നല്ലപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ ഗ്യാങ്സ്റ്ററിനെ കുത്താനായി ആഞ്ഞു. പെട്ടെന്ന് ഗ്യാങ്സ്റ്റർ കണ്ണു തുറന്നു. അയാളെ ഒറ്റ ചവിട്ട്. അയാളുടെ കുത്ത് മിസ്സായി കത്തി പോയി കസേരയിൽ തറച്ചു നിന്നു. പേടിച്ചു വിറച്ച് ഗ്യാങ്സ്റ്ററെ നോക്കിയ ആ വയസ്സൻ അങ്കിളിനെ ആ ഗ്യാങ്സ്റ്റർ തലകൊണ്ട് ഒറ്റയിടി. അയാൾ തേ കിടക്കുന്ന താഴെ. ബോധം പോയി അയാൾ താഴെ വീണു. ഈ സമയം ജെൻജിയും യൂൻജിസുവും വളരെ ശ്രദ്ധയോടുകൂടെ വരികയായിരുന്നു. അവർ വളരെ അലേർട്ടാണ്. പെട്ടെന്ന് ഒരു റൂമിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നു. അവൾ ജെൻജിയെ വിളിച്ചു. അവർ രണ്ടുപേരും അവിടെ കാതോർത്തു. അതൊരു മനുഷ്യനാണെന്ന് അവർക്ക് മനസ്സിലായി. അതിന്റെ അകത്തുനിന്ന് ഡോറിന്റെ പാസ്വേഡ് ആണ് പറയുന്നത്. വളരെ അവ്യക്തമായ രീതിയിൽ പാസ്വേഡ് അവിടെ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യൂൻജിസു ആ പാസ്വേഡ് അടിച്ചു. ഡോർ തുറന്നു. ജെൻജെ വാളും പിടിച്ച് വളരെ അലേർട്ടായി നിൽക്കുകയായിരുന്നു. ഡോർ തുറന്നതും നമ്മുടെ ഗ്യാങ്സ്റ്റർ നേരത്തെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യനായിരുന്നു അത്. അയാളെ മുഴുവൻ ടേബിൾ ചുറ്റിയിരിക്കുകയായിരുന്നു. അയാൾ ആ ഡോറിനടുത്ത് കിടക്കുന്നു.